BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് നിയമസഭാ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് നിയമമണ്ഡലത്തിൽ 7000-ലധികം വോട്ടിന്റെ ലീഡുണ്ട് എന്നതാണ് നേമത്തെ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താൻ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ കൗതുകത്തിന് വഴിതെളിച്ചു. സിറ്റിംഗ് MLAയും വിദ്യാഭ്യാസ മന്ത്രിയുമായ V. ശിവൻകുട്ടി തന്നെ നിയമം നിലനിർത്താൻ ഇറങ്ങുമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VV ജോയുടെ പ്രതികരണം 2026 നിയമം ശക്തമായ രാഷ്ട്രീയ മത്സരത്തിന്റെ തട്ടകമാകുമെന്ന സൂചന തന്നെയാണ് നൽകിയത്. ശിവൻകുട്ടിക്ക് മത്സരിക്കാൻ തടസ്സങ്ങളില്ല എന്നും തുടർച്ചയായി 2 ടേം പൂർത്തിയായാൽ മാത്രമേ മത്സര രംഗത്ത് നിന്ന് മാറേണ്ടതുള്ളൂ എന്നുമായിരുന്നു V. ജോയ് വ്യക്തമാക്കിയത്. നേമത്ത് ശിവൻകുട്ടിക്ക് നല്ല സ്വാധീനമുണ്ടെന്നും V. ജോയ് കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടടിസ്ഥാനത്തിൽ 7913 വോട്ടിന്റെ ലീഡാണ് നിയമമണ്ഡലത്തിൽ NDAയ്ക്കുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരപ്രകാരം നിയമമണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ 48,945 വോട്ടുകളാണ് BJP നയിക്കുന്ന NDA നേടിയത്. LDF 41,032 വോട്ടുകളും നേടി. UDFന് 22,197 വോട്ടുകൾ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ LDFും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടാകുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 22 വാർഡിൽ 17 വാർഡുകളിലാണ് NDA വിജയിച്ചത്. LDFന് 5 ഇടത്ത് വിജയിക്കാനായി. എവിടെയും മുന്നിലെത്താൻ UDFന് സാധിച്ചതുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നേമത്ത് മത്സരിക്കാനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരുമെന്ന വാദത്തോട് കിടപിടിച്ചുകൊണ്ട് CPMന്റെ ഭാഗത്തു നിന്നിറങ്ങുന്നത് V. ശിവൻകുട്ടി തന്നെ എന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ സൂചനയും ശ്രദ്ധേയമായത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ശേഷിക്കെ നേമത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ കൂടിയാണ് ഇതോടെ ചൂടുപിടിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്നത് രാഷ്ട്രീയ നേട്ടമായി തന്നെയാണ് CPM ഉയർത്തിക്കാണിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ O. രാജഗോപാൽ നേമത്ത് നിന്ന് വിജയിച്ചത് BJPയെ സംബന്ധിച്ച് ചരിത്ര നേട്ടം തന്നെയായിരുന്നു. 8671 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് O. രാജഗോപാൽ V. ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത്. O. രാജഗോപാൽ 6,78,134 വോട്ട് നേടിയപ്പോൾ രണ്ടാമതെത്തിയ V. ശിവൻകുട്ടിക്ക് 59,142 വോട്ടാണ് ലഭിച്ചത്. UDFനായി മത്സരിച്ച JDU സ്ഥാനാർത്ഥി V. സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചത് 13,860 വോട്ടായിരുന്നു. 2011 UDFന് ലഭിച്ച 20,248 വോട്ടായിരുന്നു 2016 13,860 വോട്ടായി കുറഞ്ഞത്. BJP വിജയത്തിൽ ഈ വോട്ട് ചോർച്ച നിർണായകമായതായി അന്ന് വിശകലനങ്ങളുണ്ടായിരുന്നു. 2006 കോൺഗ്രസിന്റെ N. ശക്തൻ 60,884 വോട്ട് നേടി 10,749 വോട്ട് വിജയിച്ച നേമത്തായിരുന്നു 2011 20,248 അതേസമയം തന്നെ 2016 13,860 എന്നീ നിലയിലേക്ക് UDFന്റെ വോട്ട് ചുരുങ്ങിപ്പോയത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.